the Lord be glorified. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. I thank the Lord for giving me this opportunity to stand in front of you with His living word. ദൈവത്തിന്റെ ജീവനുള്ള വചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And for a small thought, let us turn our attention to the book of Daniel, chapter 3. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം. We know the story of the book of Daniel. ദാനിയേൽ പ്രവചനത്തിന്റെ പിൻപിലുള്ള ചരിത്ര സംഭവം നമുക്കറിയാം. We know when we read chapter 1 to 3, there we can see three main characters, Shadrach, Meshach and Abednego. ദാനിയേൽ പ്രവചനം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ പരിചയപ്പെടുവാൻ സാധിക്കും. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. When we come first chapter, there we can see three men they were bringing to the Babylon from Judah. 1-ാം അധ്യായത്തിൽ യഹൂദയിൽ നിന്നും ബാബിലോണിലേക്ക് അടിമകളായി 3 ചെറുപ്പക്കാർ വരുന്നു. And when we come to the second chapter, there we can see the king got a dream. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബാബിലോൺ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. And when we come to the third chapter, there we can see king is erecting an image. 3-ാം അധ്യായത്തിൽ രാജാവ് ഒരു ബിംബം പ്രതിഷ്ഠിക്കുന്നു. So anybody please read chapter 3 verses 16 to 18. 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കാം. ആർക്കെങ്കിലും വായിച്ച് സഹായിക്കാം. 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മേശക്കും അബേദ്നെഗോവും രാജാവിനോട് നെബൂഖദ്നേസറേ, ഇക്കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്ന ഉത്തരം പറഞ്ഞു. So my topic is faith. എന്റെ വിഷയം വിശ്വാസം എന്നുള്ളതാണ്. We know when we read these 3 verses, where we can see how much faith they had for God. ഈ 3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആ 3 ചെറുപ്പക്കാർക്ക് ദൈവത്തിൽ എത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. In verse 15, there we can see king, he is announcing a commandment. 15-ാം വാക്യത്തിൽ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. He is telling that now the instruments will play, that time you have to worship for the idol. ആ കൽപ്പന ഇങ്ങനെയായിരുന്നു: വാദ്യമേളങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും രാജാവ് പ്രതിഷ്ഠിച്ച ബിംബത്തെ നമസ്കരിക്കണം. And in second part he is saying, he is giving a warning. അതിന്റെ 2-ാം ഭാഗത്ത് ഒരു ഭയനിർദ്ദേശം, ഒരു ശിക്ഷ രാജാവ് കൽപ്പിക്കുകയാണ്. If you are not worshipping the idol, you have to go through some punishment. അങ്ങനെ നിങ്ങൾ ആ ബിംബത്തെ നമസ്കരിക്കുന്നില്ലെങ്കിൽ അതിനൊരു ശിക്ഷയുണ്ടാവും. The punishment is burning fiery furnace. ആ ശിക്ഷ എന്നുള്ളത് എരിയുന്ന തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളയപ്പെടുക എന്നുള്ളതാണ്. And when he says like this, after that we can see he is questioning who is the God, one who is going to deliver you from this. അതിനുശേഷം രാജാവ് ഒരു ചോദ്യം ഇങ്ങനെ മുന്നോട്ട് വെക്കുന്നു: നിങ്ങളെ ഈ തീയിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന ദേവൻ ആരാണ്? And for this incident, these 3 men they were giving answers in verses 16, 17 and 18. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് 16, 17 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുക. And my first subtitle is, we can say no to sin if we have faith in God. ആദ്യം ഞാൻ ഇങ്ങനെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു: നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പാപത്തോട് വേറിട്ട് നിൽക്കുവാൻ കഴിയും. There we can see they are giving answer that, "Oh Nebuchadnezzar, we have no need to answer you in this matter." അവിടെ അവർ ഉത്തരം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. If we were in that situation, what would be our answer? ഒരുപക്ഷെ നമ്മളായിരുന്നു ആ സാഹചര്യത്തിലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? Maybe we will go and fell down in that image. ഒരുപക്ഷെ നാം ആ ബിംബത്തെ വീണ്ടും നമസ്കരിച്ചു പോയേനെ. Because we may not have that much faith. ഒരുപക്ഷെ നമുക്ക് ഇവർക്കുള്ള അത്ര വിശ്വാസം ഉണ്ടാവണമെന്നില്ല. But when we see these 3 men's life, they had that much faith in God, so they could say that we will not serve that image. എന്നാൽ ഈ 3 ചെറുപ്പക്കാർക്ക് ദൈവത്തിൽ അത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ ആ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് പറയുവാൻ അവർക്ക് സാധിച്ചു. And I would like to quote one example from the Old Testament. When we see the life of Joseph also, he could say no to the sin.
യോസേഫിന്റെ ജീവിതവും പാപത്തോട് വേണ്ട എന്ന് പറയുന്നതിന് നല്ലൊരു ഉദാഹരണമാണ്. And when we come to verse 17, 17-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ there I would like to say that we can overcome from the difficulties. അവിടെ ഞാനിങ്ങനെ പറയട്ടെ, നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് കഴിയും. They're giving answer that they have a hope that God will deliver them from that situation. അവരുടെ ഉത്തരത്തിൽ അവരെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ഉറപ്പ്, പ്രത്യാശ അവര് പ്രതിഫലിപ്പിക്കുകയാണ്. They are saying that our God whom we serve is able to deliver. അവർ പറയുന്നു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും. And also he will deliver us from your hand. രാജാവിന്റെ കയ്യിൽ നിന്നും ആ ദൈവം ഞങ്ങളെ വിടുവിക്കും. So they have the hope in the omnipotent God. അവർക്ക് സർവശക്തനായ ദൈവത്തിൽ വലിയ വിശ്വാസം, ഉറപ്പുണ്ടായിരുന്നു. Let's read one verse from Psalm 91 verse 15. 91-ാം സങ്കീർത്തനം 15-ാം വാക്യം അതിനോട് ചേർന്ന് നമുക്ക് വായിക്കാം. 91-ാം സങ്കീർത്തനം 15-ാം വാക്യം. He shall call upon me and I will answer him. I will be with him in trouble. I will deliver him and honor him. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. Their God, he himself saying that if anyone is calling me, I will surely deliver them. അവിടെ ദൈവത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ആരെങ്കിലും എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ അവനെ വിടുവിക്കും. So they had the hope that God will surely deliver them. ഇവിടെ ഈ മൂന്ന് പേർക്കും ആ വലിയ ഉറപ്പുണ്ടായിരുന്നു, ദൈവം തങ്ങളെ വിടുവിക്കും. So we also should have the hope that which they had. അവർക്കുണ്ടായിരുന്ന ആ ഉറപ്പാണ് നമുക്കും ഉണ്ടാകേണ്ടത്. And at last verse 18. അവസാനമായി 18-ാമത്തെ വാക്യത്തിൽ there I would like to say submit for the will of God. അവിടെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക. They are saying that if it is not the God's will to deliver from that punishment, we will suffer. അവിടെ അവർ പറയുന്നതിന്റെ ആശയം ഇങ്ങനെയാണ്, ഒരുപക്ഷെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ല എങ്കിൽ ആ ശിക്ഷയിലൂടെ കടന്നു പോകാൻ ഞങ്ങൾ തയ്യാറാണ്. But one thing you should know that whatever we suffer, we will not worship this idol. എന്നാൽ അവിടെ അവർ ഒരു കാര്യം എടുത്തു പറയുന്നു, എന്തെല്ലാം കഷ്ടതകൾ വന്നാലും രാജാവിന്റെ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. So whatever happened for us, we will not leave God. എന്തെല്ലാം ഞങ്ങൾക്ക് സംഭവിച്ചാലും ഞങ്ങൾ ഈ ദൈവത്തെ വിട്ടുപോകുകയില്ല. Because we know that who is our true God. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ യഥാർത്ഥ ദൈവം ആരാണെന്ന്. What you made this idols is not the true God. രാജാവ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബിംബം യഥാർത്ഥ ദൈവമല്ല. So let me ask you a question. Can we say like these three men? ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് ഈ മൂന്ന് പുരുഷന്മാരെ പോലെ പറയുവാൻ കഴിയുമോ? Can we say no to the sin? നമുക്ക് പാപത്തോട് ഇല്ല എന്ന് പറയാൻ കഴിയുമോ? Do we have the hope that God will deliver from the trouble? ദൈവം നമ്മെ കഷ്ടതയിൽ വിടുവിക്കും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടോ? Are we willing to submit ourselves for the God? ദൈവത്തിന് വേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഉള്ള മനസ്സ് നമുക്കുണ്ടോ? They three men, they were they had the faith in God. ഇവിടെ ഈ മൂന്ന് പുരുഷന്മാർക്ക് അവർക്ക് ദൈവത്തിൽ വിശ്വാസവും ഉറപ്പും ഉണ്ടായിരുന്നു. So they knew that who God is. അവർക്കറിയാം ദൈവം ആരായിരുന്നുവെന്ന്. And by these three verses they are telling the truth to the King Nebuchadnezzar that our God is the true God. ഈ വാചകങ്ങളിലൂടെയൊക്കെ തങ്ങൾ വിശ്വസിക്കുന്ന ദൈവം യഥാർത്ഥ ദൈവമാണെന്നുള്ള വലിയ സത്യം ആണ് അവർ നെബൂഖദ്നേസർ രാജാവിനോട് പറഞ്ഞത്. So when we read following verses, there we can see King Nebuchadnezzar is giving the punishment to the three men. എന്നാൽ താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നെബൂഖദ്നേസർ രാജാവ് അവർക്ക് ശിക്ഷ കൊടുക്കുന്നു. And after that he could understand that who God is. അതിനുശേഷം നെബൂഖദ്നേസർ രാജാവിന് മനസ്സിലായി ഈ ദൈവം ആരാണെന്ന്. So we all are so much privileged to be a children of God. ദൈവമക്കളായി തീർന്നു എന്നുള്ളത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ പദവിയാണല്ലോ. So we have to examine ourselves that do we have this much faith in God? അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം, നമുക്ക് ദൈവത്തിൽ ഇത്രമാത്രം വിശ്വാസമുണ്ടോ? And let us continue our life with this faith and hope in God. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ, ദൈവത്തിലുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കാം. And let us keep this thing in our mind, and through this may God's name be glorified. ഈ ചിന്തകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.